മഹാപ്രളയത്തിൽ ഒലിച്ചുപോയ അയ്യപ്പൻകോവിൽ, ഏലപ്പാറ, വണ്ടിപ്പെരിയാർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ശാന്തിപാലത്ത് പുതിയ പാലം യാഥാർത്ഥ്യമായി. പഴയ പാലം തകർന്ന് 5 വർഷം കഴിഞ്ഞപ്പോഴാണ് പുതിയ പാലം പൂർത്തിയായത്. ഇതോടെ ശാന്തിപാലം നിവാസികളുടെ അടക്കം വർഷങ്ങളുള്ള അശാന്തിക്ക് പരിഹാരമാവുകയാണ്. ടാറിംഗ് പണികൾ ഒരാഴ്ച കൊണ്ട് പൂർത്തീകരിക്കുമെന്നാണ് പ്രതീക്ഷ. 1984 പെരിയാറിന് കുറുകെ ജനകീയ കൂട്ടായ്മ പാലം നിർമ്മിച്ചു. അന്നത്തെ വനം വകുപ്പ് മന്ത്രി NM ജോസഫാണ് പാലം ഉദ്ഘാടനം ചെയ്തത്. 34 വർഷത്തിനു ശേഷം 2018 ഓഗസ്റ്റ് 15 മഹാപ്രളയത്തിൽ ഈ പാലം ഒലിച്ചുപോയി. ഇതോടെ മ്ലാമല, ഫാത്തിമുക്ക്, ശാന്തിപാലം, പൂണ്ടിക്കുളം, ഹെലിബറിയ, പച്ചക്കാട്, മരുതമ്പേട്ട, കീരിക്കര തുടങ്ങിയ പ്രദേശങ്ങളിലെ 600ഓളം കുടുംബങ്ങളുടെ യാത്ര മുടങ്ങി. മ്ലാമല സ്കൂളിൽ പഠിക്കുന്ന 100ഓളം കുട്ടികളും വിവിധ എസ്റ്റേറ്റുകളിൽ ജോലിക്ക് പോകുന്ന തൊഴിലാളികളും ദുരിതത്തിലായി. MP, MLA, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരെല്ലാം സ്ഥലം സന്ദർശിച്ചു. ഉടൻ പാലമെന്ന വാഗ്ദാനം നൽകി അവരെല്ലാം മടങ്ങി. എന്നാൽ ഒരു നടപടിയും ഉണ്ടായില്ല. തുടർന്ന് പ്രദേശവാസികൾ ചേർന്ന് പാലത്തിന്റെ പണി തുടങ്ങി. 2 ആഴ്ച കൊണ്ട് ശാന്തിപാലത്ത് വാഹനം കടന്നുപോകാൻ പാകത്തിൽ വീണ്ടും പാലമുയർന്നു. എന്നാൽ 2019 പ്രളയത്തിൽ ഈ പാലവും ഒലിച്ചുപോയി. തുടർന്ന് ശാന്തിപാലത്ത് കോൺക്രീറ്റ് പാലം വേണമെന്ന് ആവശ്യപ്പെട്ട് മ്ലാമല ഫാത്തിമ മാത ഹൈസ്കൂളിലെ കുട്ടികൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് കത്തെഴുതി. വിദ്യാഭ്യാസവും തൊഴിലും മുടങ്ങുന്നതടക്കം തങ്ങളുടെയും നാട്ടുകാരുടെയും ദുരിതം കത്തിൽ വിവരിച്ചിരുന്നു. തുടർന്ന് അടിയന്തരമായി പാലം പണിയാൻ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ഇതോടെ ഒരു സമൂഹത്തിന്റെ തന്നെ സ്വപ്നം സാക്ഷാത്കാരമായിരിക്കുകയാണ്. എല്ലാ നാട്ടുകാരും രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും സഹകരിച്ചു. എന്തായാലും പാലത്തിൻ്റെ പണി പൂർത്തീകരിച്ച് ഏറെ സന്തോഷത്തോടു കൂടിയാണ് നാട്ടുകാർ എല്ലാവരും കാണുന്നത്. ഇനിയിപ്പം ഈ ചപ്പാത്ത് ചെങ്കര റോഡ് കൂടി PWD ഉൾപ്പെടുത്തി അതുകൂടി ഒരു പൂർണ്ണമായ ഗതാഗത യോഗ്യമാക്കുന്ന ഒരു കാര്യം കൂടിയാണ് ബാക്കിയുള്ളത്. അതിൻ്റെ ഒരു ശ്രമത്തിലാണ്, അത് പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഇപ്പം ഞങ്ങളെല്ലാവരും, നാട്ടുകാരെല്ലാവരും. അതുകൂടി എത്രയും പെട്ടെന്നാകുമെന്ന പ്രതീക്ഷയിലാണ്. ഏതാനും മീറ്ററുകൾ മാത്രമാണ് ഇനി ടാറിംഗ് അവശേഷിക്കുന്നത്. BMBC നിലവാരത്തിലാണ് പാലത്തിന് മുകളിലൂടെയുള്ള ടാറിംഗ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ബാക്കിയുള്ള ഭാഗം കൂടി ടാർ ചെയ്യുന്നതോടെ ശാന്തിപാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകും. ഉടൻ തന്നെ ഉദ്ഘാടനം സംഘടിപ്പിക്കാൻ കഴിയുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. പാലത്തിനൊപ്പം ഇരുഭാഗങ്ങളിലേക്കുമുള്ള പാതകൾ കൂടി ആധുനിക നിലവാരത്തിൽ പണി കഴിപ്പിക്കണമെന്നാണ് ഇപ്പോൾ ഉയരുന്ന മറ്റൊരു ആവശ്യം. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.